സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സ്വപ്നത്തിലോ നമ്മൾ സ്വർഗത്തിലോ. തമാശ കളിക്കരുത്. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. ലാലേട്ടൻ പറയട്ടെ, എവിടെ നിന്ന് തുടങ്ങണമെന്ന് ലാലേട്ടൻ പറയട്ടെ. നടൻ സിദ്ദിഖ് മുന്നേ ആരോപണം ഉന്നയിച്ച യുവനടി രേവതി സമ്പത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ആരോപണം ആവർത്തിച്ച് ശക്തമായി രംഗത്തെത്തി. പോക്സോ ആരോപണവും സിദ്ദിഖ് നേരിടുന്നു. പിന്നാലെ നടക്കുന്നത് ഒരു കൂട്ടപ്പൊരിച്ചിലാണ്. നടനും MLA-യുമായ മുകേഷ്. ഇതുവരെ 2 പേർ മുകേഷിനെതിരെ രംഗത്തെത്തി. ടെലിവിഷൻ പ്രവർത്തക ടെസ് ജോസഫ് മുന്നേ ഉന്നയിച്ച ആരോപണം ഇന്നലെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഇന്ന് നടിയായ മിനു മുനീർ രംഗത്തെത്തും. The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. അമ്മ മുൻ ജനറൽ സെക്രട്ടറിയും നടനുമായ ഇടവേള ബാബു. ഇതുവരെ 2 പേർ ഇടവേള ബാബുവിനെതിരെ രംഗത്ത്. ആദ്യം ആരോപണം ഉന്നയിച്ചത് ജുബിദ അണ്ടി എന്ന ചലച്ചിത്ര പ്രവർത്തക. ഇന്ന് മീനു മുനീറും. ജയസൂര്യ. നടി മിനി മുനീറാണ് ഇന്ന് ജയസൂര്യക്കെതിരെ രംഗത്തെത്തിയത്. ജയസൂര്യക്കെതിരെ കടുത്ത ആരോപണങ്ങളാണുള്ളത്. റിയാസ് ഖാൻ. യുവനടി രേവതി സമ്പത്താണ് റിയാസ് ഖാനെതിരെ രംഗത്തെത്തിയത്. അങ്ങ് ഞങ്ങളെ നയിക്കേണമേ, അഗ്നിപരീക്ഷയിൽ വീഴാതെ ഞങ്ങളെ രക്ഷിച്ചിടണമേ. നീ എന്താ ഇവിടെ? നിനക്കെന്താ കോങ്കണ്ണ് പിടിച്ചോ? ഞാൻ ഇവിടെ ഇരിക്കുന്നു. നീയല്ല, അവൻ എങ്ങനെ ഇവിടെ? ലവൻ. മണിയമ്പിള്ള രാജു. നടി മീനു മുനീർ തന്നെയാണ് മണിയമ്പിള്ള രാജുവിനെതിരെയും രംഗത്തെത്തിയിരിക്കുന്നത്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ബാബുരാജ്. നടൻ ബാബുരാജിനെതിരെ പീഡനാരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റാണ് ഇന്ന് രംഗത്തെത്തിയത്. ഇതേ നടി സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയും രംഗത്തെത്തിയിരിക്കുന്നു. തുളസിദാസ്. സംവിധായകൻ തുളസിദാസിനെതിരെ നടി ഗീതാ വിജയനും പേര് വെളിപ്പെടുത്താത്ത മറ്റൊരു ചലച്ചിത്ര പ്രവർത്തകയുമാണ് രംഗത്തെത്തിയത്. 2 വെളിപ്പെടുത്തലും ഇന്നാണ് പുറത്തു വന്നത്. എന്റെ കർത്താവ്, ഇതിനൊന്നും ഒരു അറുതിയില്ലയോ? സംവിധായകൻ രഞ്ജിത്ത്. ബംഗാൾ നടി ശ്രീലേഖ മിത്രയാണ് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ രഞ്ജിത്തിന്റെ പേര് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. അലൻസിയറിനെതിരെ നടി ദിവ്യ ഗോപിനാഥ് മുൻപ് ഉയർത്തിയ പരാതി വീണ്ടും ആവർത്തിച്ചു. തീർന്നില്ല. അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനെതിരെ മീനു മുനീർ തന്നെ ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. മുകേഷ് വീണ്ടും കുരുക്കിൽ. വിട്ടോടോ.